Module 4 next topic web attacks targeting users. പല ടൈപ്പ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫോൾസ് ഓർ മിസ്ലീഡിങ് കണ്ടന്റ്. അപ്പോൾ ഒരു ഫോൾസ് മെസ്സേജ് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടൻസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അൺക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വെബ് പേജിൽ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഉള്ള ഒരു പേജ് അല്ലെങ്കിൽ പല സിറ്റുവേഷൻ സസ്പീഷ്യസ് ആയിട്ട് വരാം. അപ്പോൾ ഇത് ഒന്നുകിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ആവാം. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഡിഫേസ്ഡ് വെബ്സൈറ്റ്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കയറി അറ്റാക്ക് ചെയ്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ അറ്റാക്കർ കയറുന്നു, എന്നിട്ട് ആൾ അവിടെയുള്ള കണ്ടൻസിനെ റീപ്ലേസ് ചെയ്ത് ആളുടെ കണ്ടൻസ് പ്ലേസ് ചെയ്യുക. പല രീതിയിൽ ആൾക്കാർ റീപ്ലേസ്മെൻറ്റ്സ് നടത്താം. അപ്പോൾ അറ്റാക്കിൻ്റെ നേച്ചർ വേരി ചെയ്യുകയും ചെയ്യും. ഇനി ചില സിറ്റുവേഷനിൽ, അതായത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ നോർമലി അവർ ഈ ഏത് സൈറ്റിലാണ് അവർ അറ്റാക്ക് ചെയ്യുക ഡിഫേസ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അവിടെ കയറിയിട്ട് അവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക. അപ്പോൾ ഈ സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട്, അല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെ ഹാക്ക് ചെയ്തിരിക്കുന്നു, ഞങ്ങളാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ചിലർ നമ്മുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ പറയുന്ന മെസ്സേജസ് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യുക. അതാണ് വേറൊരു ഓപ്ഷൻ. അപ്പോൾ ഈ വെബ്സൈറ്റ് മോഡിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അറ്റാക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിങ്കിനെ റീഡയറക്റ്റ് ചെയ്ത് മലീഷ്യസ് ലൊക്കേഷനിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ലോഗിൻ പേജ് ആണ് ഇത് ആക്ച്വലി കണ്ടതെങ്കിൽ അവിടെ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് അറ്റാക്കർ ഡിസൈൻ ചെയ്യുന്നൊരു മലീഷ്യസ് ആയിട്ടുള്ള ലോഗിൻ പേജിലേക്കായിരിക്കും വിക്ടിമെ റീഡയറക്റ്റ് ചെയ്ത് എത്തിക്കുക. അപ്പോൾ എല്ലാ അറ്റാക്കുകളും ട്രൈ ചെയ്യുന്നതിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ഇൻറ്റഗ്രിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പല ഡിഫേസ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സും നമ്മളുടെ ചെയ്യുന്ന ആൾക്കാരെ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ വിക്ടിമിനെ ജസ്റ്റ് പേടിപ്പിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ ചിലരാണെങ്കിൽ ഈ ടെററിസ്റ്റുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ ആവാം. ഇപ്പോൾ എല്ലാ പ്രോസസ്സും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രിറ്റി ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കുക. അപ്പോൾ ഈ ഡിഫേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരുന്നു ആ വെബ്സൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നത്, അങ്ങനെ ആയിരിക്കില്ല ഈ ഒരു അറ്റാക്ക് കഴിയുമ്പോൾ. അപ്പോൾ വിസിബിൾ നമുക്ക് അവിടെ എന്ത് ഡാമേജാണ് ഉണ്ടായെന്നുള്ളത് വിസിബിൾ ആയിരിക്കും. അപ്പം പിന്നെ അത് മാത്രമല്ല, ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ വെബ്സൈറ്റിൽ നമുക്കറിയാം മിക്കവാറും ഡിസൈൻ ചെയ്തിട്ടുള്ള നമുക്ക് കോഡ് ഡൗൺലോഡ് ചെയ്യാനായി പറ്റും. നമുക്ക് അതിൻ്റെ അത് ഫുൾ എന്തെല്ലാം കമൻറ്റ്സ് എവിടെയെല്ലാം ഉണ്ട്, എന്തെല്ലാം കോഡുകളാണ് എവിടെയൊക്കെ പേസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ഫ്ലോ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഈ മിക്കവാറും എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും പേജിൽ വെബ്സൈറ്റിൽ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ അറ്റാക്കേഴ്സ് വെബ്സൈറ്റിൽ ബ്ലൂ പ്രിൻ്റ് കിട്ടും. അപ്പോൾ അവർ അത് ഉപയോഗിച്ച് അറ്റാക്ക് കൂടുതൽ പ്രോപ്പറായിട്ട് ക്രാഫ്റ്റ് ചെയ്യാനും പറ്റും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫേക്ക് വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ആയിട്ടുള്ള അറ്റാക്കാണ്. അപ്പോൾ വെബ്സൈറ്റിനെ ഫേക്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അറ്റാക്കർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനലി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റിയൽ വെബ്സൈറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ അനലോഗസ് ആയിട്ട് വേറൊരു അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകളൊക്കെ തന്നെ ഉപയോഗിച്ച് ഫേക്ക് ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മിക്കവാറും റിയൽ വെബ്സൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകളൊക്കെ തന്നെ അവർക്ക് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനോ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അറ്റാക്കർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ അറ്റാക്കർ ചൂസ് ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക്, ആ അറ്റാക്കിൽ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് വെബ്സൈറ്റിലേക്ക് വ്യക്തിമിനെ കൊണ്ട് എത്തിക്കാം. അപ്പോൾ റിയൽ വെബ്സൈറ്റിലുള്ള ഇമേജുകളൊക്കെ ആൾക്ക് കിട്ടും, ഫേക്ക് സൈറ്റും നമ്മൾ ഒറിജിനലിനെ പോലെ തന്നെ കാണുന്ന രീതിയിലായിരിക്കും ആൾ ഫോം ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ഫേക്ക് വെബ്സൈറ്റാണ് കാണിച്ചേക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെയാണ്. അപ്പോൾ ഒറിജിനൽ വെബ്സൈറ്റ് അല്ല ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഡിഫറൻസുകളൊന്നും ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫേക്ക് കോഡ്. ഇപ്പോൾ പ്രോഗ്രാംസ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർപ്പസ് ഒരു ടാസ്കിന് വേണ്ടി ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലും, പക്ഷേ അതിൻ്റെ ആക്ച്വലി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി സംതിങ് ഡിഫറെൻറ്റ്. അതാണ് ഫേക്ക് കോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ PDF ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ റീഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അഡോബ് റീഡറിൻ്റെ ഒരു ഫേക്ക് പേജാണ് ഈ കാണുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് വരുന്ന ലിങ്കിൽ നിന്ന് തന്നെ റീഡയറക്റ്റ് ചെയ്ത് വേറെ ഒരു ഫേക്ക് ലിങ്കിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ രണ്ട് അഡ്രസ്സുകളും കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ അഡോബിൻ്റെ URL തന്നെയാണെന്ന് തോന്നും. അപ്പോൾ ലെജിറ്റിമേറ്റ് ഉള്ള ശരിക്കുള്ള അഡോബ് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ലിങ്ക് കാണുന്നുള്ള രീതിയിലായിരിക്കും കാണുമ്പോൾ നമുക്ക് തോന്നുക. പക്ഷേ അത് ചെയ്യുന്നത് പർപ്പസ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കാണുമ്പം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നും എന്ന രീതിയിൽ യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് ബാക്ക് എൻഡിൽ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി അത് ചെയ്യാം. അപ്പോൾ ഈ അറ്റാക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ ആളെ പറ്റിക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാം വരുത്തുക എന്നുള്ളതാവും. അതെല്ലാം എന്ത് കോഡാണ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ ലെജിറ്റിമേറ്റ് ആണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫോൾസ് ഡിസ്പ്ലേ ആണ് ബേസിക്കലി അവിടെ നടത്തുന്നത്. ഇനി ഈ ഫോൾസ് ഡിസ്പ്ലേ ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്ന് തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ശരിക്കും അത് ആക്ച്വൽ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമൊന്നും വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഫോൾസ് ഡിസ്പ്ലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഒരു മലീഷ്യസ് കോഡ് റൈറ്ററിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും ചാൻസ് ഉള്ള ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ മലീഷ്യസ് കോഡിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഫേക്ക് കോഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്
അറ്റാക്കേഴ്സിന് അറ്റാക്ക് പ്ലേസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കാരണം നോർമലി ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കമ്പോണ്ട് കൂടി അല്ലെങ്കിൽ മാലീഷ്യസ് കണ്ടന്റ് കൂടി ആഡ് ചെയ്ത് വിടുകയാണെങ്കിൽ ഫേക്ക് കോഡ് കൂടി ആഡ് ചെയ്ത് വിടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ യൂസേഴ്സിൻ്റെ അവരെല്ലാം വിക്ടിംസ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ വരും. സ്മാർട്ട് ഫോൺസിൽ നമുക്കറിയാം, നമ്മൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴെല്ലാം ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് വെബ്സൈറ്റ്സ് അഗെയിൻസ്റ്റ് ചേഞ്ച്. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുമ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം ഓപ്ഷൻസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ വെബ്സൈറ്റിന് അല്ല പ്രൊട്ടക്ഷന് വേണ്ടി എന്തെല്ലാം അപ്രോച്ചുകൾ ഉപയോഗിക്കാൻ പറ്റും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമലി ക്ലയൻസ് ആയിരിക്കും അത് ആക്സസ് ചെയ്യും. അപ്പോൾ ചില സൈറ്റ്സ് ആണെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പാസ്വേഡ് അല്ല അതുപോലെ ആക്സസ് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ടാവും. ഇനി വേറെ ചില സൈറ്റ്സുകളാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള കോമൺ പബ്ലിക്കിന് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ കണ്ടന്റിലധികം കൺട്രോൾസ് ഒന്നും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് യൂസേഴ്സിൻ്റെ അല്ലെ യൂസേജ് കുറഞ്ഞു പോകും. ചില യൂസേഴ്സിനെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അങ്ങനെ നമ്മൾ കൺട്രോൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രിറ്റി കൺട്രോളിന് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ സിറ്റുവേഷൻ നമുക്കറിയാം, നമ്മൾ പ്ലെയിൻ ആയിട്ട് റീഡബിൾ അല്ലാത്തൊരു ഫോമിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻകോഡിങ് അല്ലെങ്കിൽ ഡീകോഡിങ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ഫോമിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് വിടുന്നു, റിസീവർ സൈഡിലെത്തി കഴിയുമ്പോൾ വേറെ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് തിരിച്ച് ട്രാൻസ്ഫോം ചെയ്ത് തന്നെ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രോസസ്സറല്ല ഇവിടുന്ന് എൻകോഡ് ചെയ്യുന്ന അപ്പുറത്ത് ഡീകോഡ് ചെയ്യുന്ന പ്രോസസ്സുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണ്ടാണ് ഈ സെക്യൂരിറ്റി കീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ കീസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കീ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സുമായിട്ട് കീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും. ഇനി എൻക്രിപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ സൈറ്റിലെ കണ്ടന്റ് ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ചെക്സം. അപ്പോൾ ചെക്സം അല്ലെങ്കിൽ ഹാഷ് കോഡ് അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ കോഡ് എന്നൊക്കെ പറയും. ശരിക്കും ബേസിക്കലി ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഡേറ്റ, കുറച്ച് ഡേറ്റ എടുക്കുക, അതിനെ കൺവേർട്ട് ചെയ്ത് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു സ്മോൾ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കി മാറ്റും. അതിന് നമ്മൾ ചെക്സം വാല്യൂ അല്ലെങ്കിൽ ഹാഷ് വാല്യൂ എന്നൊക്കെ പറയും. ഇനി ഈ ഡേറ്റ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ അതേ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വീണ്ടും ഇതേ ഡേറ്റയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെക്സം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡേറ്റ ചേഞ്ച് ആകുമ്പം ഈ ഫംഗ്ഷൻ്റെ റിസൾട്ടും ചേഞ്ച് ആവും. പക്ഷേ ഈ ചേഞ്ച് ആവുന്നതെന്ന് വെച്ചാൽ പ്രിഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് തിരിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ഡേറ്റ ചേഞ്ച് ചെയ്തപ്പോൾ എന്തുമാത്രം റിസൾട്ടിംഗ് വാല്യൂ ചേഞ്ച് ആയെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ചെക്സം ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് നമ്മളുടെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി പ്രിസർവ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പാക്കാനാണ്. അതായത് വെബ് പേജിൻ്റെ കേസിലാണെങ്കിൽ വെബ് പേജിലെ കണ്ടന്റ് ഓൾറെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചെക്സം കമ്പോണ്ട് യൂസ് ചെയ്യാം. ഇനി ചില സെക്യൂരിറ്റി കൺട്രോൾസ് നമുക്ക് ഉപയോഗിച്ചാൽ അറ്റാക്സിനെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റാക്ക് ഉണ്ടാവാതെ നമുക്ക് കംപ്ലീറ്റ്ലി നോക്കാൻ പറ്റണമെന്നില്ല. ചില ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അധികം വൈകാണ്ട് നമുക്ക് അറിയാനോ അല്ല ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റുകയാണെങ്കിൽ അതും ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി ചില ഡിറ്റക്ഷൻ കൺട്രോൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ഉണ്ടായി ഉടനെ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാമേജ് ഒരുപാട് കൂടുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എന്തുമാത്രം ഹാം അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ ഡേറ്റയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രിറ്റി ചെക്സംസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻസ് ഓൾട്ടേഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡാറ്റ മോഡിഫിക്കേഷന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റഗ്രിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഈ ട്രിപ്പ്വെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ ഓരോ പ്രാവശ്യവും സെർവറിൽ എന്തെങ്കിലും ഒരു ഡേറ്റ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേറ്റർ ഈ ട്രിപ്പ്വെയർ റൺ ചെയ്യാം. എന്നിട്ട് ആ ഓരോ ഫയലിൽ ഓരോ ഡേറ്റ ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ചെക്സം വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് വാല്യൂസിനെ സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ പ്രൊട്ടക്റ്റഡ് ഡേറ്റ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഹാഷ് വാല്യൂ എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇൻട്രൂഡേഴ്സ് ഒന്നും അതിനെ മോഡിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഡേറ്റ ആയിട്ട് മാറ്റിയിട്ട് ഇനി അഡ്മിനിസ്ട്രേറ്റർ ഓരോ പ്രാവശ്യവും അപ്ഡേഷൻസ് നടത്തുമ്പോൾ ഓരോ പേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ട്രിപ്പ്വെയർ റീറൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി റീറൺ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഒറിജിനൽ ഹാഷ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. ഇനി ആ ഹാഷ് വാല്യൂയിലൂടെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ വെബ്സൈറ്റിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇൻറ്റഗ്രിറ്റി ചെക്സം ഉപയോഗിക്കുന്ന അപ്രോച്ച്. ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ കോഡോ ഡേറ്റ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രിറ്റി ചെക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു സെർവറിൽ ഓരോ പ്രാവശ്യം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പേജ് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ചെക്സം വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് ചേഞ്ച് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ആണ്. പക്ഷേ ഇതേ ഒരു അഷുറൻസ് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ കൊടുക്കാൻ ഇപ്പോൾ ഈ ഇൻറ്റഗ്രിറ്റി ഈ ഒരു ചെക്കിംഗ് കൊണ്ട് നമുക്ക് നടക്കത്തില്ല. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള വേറെ അപ്രോച്ചാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് അഷുറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സൈൻ കോഡ് അല്ലെങ്കിൽ ഡേറ്റ യൂസ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ഇവിടെ നമ്മളത്തെ സൊല്യൂഷൻ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇലക്ട്രോണിക് സീൽ. അപ്പോൾ നമ്മളുടെ ഫയലിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സീലാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ
ഡോക്യുമെൻ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ എയ്ക്കും ബിയും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ എയും ബിയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി, അവർ ഒന്നുകിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ സോഴ്സ് തന്നെ അവർ ഈ അയക്കുന്ന ഡേറ്റേനെ സൈൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സൈൻ ചെയ്യുക വെച്ചാൽ ഡിജിറ്റലി സൈൻ ചെയ്യുക. ഡിജിറ്റലി സൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇത് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സൈൻ ചെയ്ത ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു ഒതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സിഗ്നേച്ചർ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പിയൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം ആൾക്ക് ഈ സൈൻ വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ആരാണ്, അല്ല ആരാണ് ഇതിൻ്റെ ഓണർ, ആരാണ് ഇതിന് പ്രോസസ്സ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അല്ലപ്പം എന്നുള്ളതൊക്കെ എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് മാത്രമല്ല, ഇവിടുന്ന് സൈൻ ചെയ്ത് വിട്ട സാധനം റിസീവർ സൈഡിൽ എത്തുന്നതിന് മുമ്പ് വേറെ ആൾക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ആൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ റെസിപ്പിയന് ഈ സീൽ ഇൻസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ സിഗ്നേച്ചർ ഇൻസ്പെക്ട് ചെയ്ത് ഈ കണ്ടൻറ്റ് വന്നത് എവിടെ നിന്നാണല്ലോ, ഏത് പേഴ്സണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിൽ നിന്നാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കേസിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുന്ന ആൾ എന്തുമാത്രം ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആവുന്ന 2 പേരാണെങ്കിൽ ആ കൂട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോക്ക് ചെയ്യുന്ന ആളെ സെൻഡ് ചെയ്യുന്ന ആൾ തന്നെ ഈ സൈൻ ചെയ്ത് അയക്കുന്ന ഒരു പ്രോസസ്സ് വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ A to B കമ്മ്യൂണിക്കേഷനിൽ അവർ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ട്രസ്റ്റഡ് ആയുള്ള ഒരു തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അവർ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് കോഡുമായിട്ട് അപ്പൻഡ് ചെയ്തിട്ട് വിടുക. അപ്പോൾ ഈ സൈൻ ചെയ്യുക അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് റിലേറ്റീവ്ലി എളുപ്പമുള്ള കാര്യമാണ്. ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വെരിഫിക്കേഷനാണ് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരിക. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓണറിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അത് അയച്ചതെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൈൻ കോഡ് ആണെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്ത സോഫ്റ്റ്വെയർ പോകണമെന്ന് പറഞ്ഞാൽ സെൻറ്റർ അയച്ചത് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യാം. പക്ഷേ ആ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെ യൂസറിന് എക്സ്പെക്ട് ചെയ്യാം ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഈ സിഗ്നേച്ചറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഈസ് മാലീഷ്യസ് വെബ് കണ്ടന്റ്. അപ്പോൾ നമുക്കറിയാം വെബ് ബേസ്ഡ് അറ്റാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറ്റാക്സിന് ഇവിടെ ഇൻവോൾവ് ആകുന്ന അധികം വെബ് പേജുകളായിരിക്കും. അപ്പോൾ യൂസേഴ്സിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള വെബ് പേജുകൾ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഉദ്ദേശം. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടന്റ് ആണ് റിയൽ വെബ്സൈറ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്കാണ് വെബ്സൈറ്റ് ഡീഫേസ്മെൻറ്റ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു ലെജിറ്റിമേറ്റ് ഉള്ള വെബ്സൈറ്റ് ഉണ്ട്, അവിടെ ഒരു സൈറ്റിനെ ഹാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും മെസ്സേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ പേജിനെ വേറെ ഏതെങ്കിലും ഇതിലാക്കി മാറ്റി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കാണിക്കും. അപ്പോൾ അത് ഈ ഡീഫേസ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഇതാണെന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ സൈറ്റ് ഓണറിനത് കാണുമ്പോൾ ജസ്റ്റ് ചില സിറ്റുവേഷനിൽ ആളുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. ഇനി കൂടുതലും മിസ്റ്റീവിയസ് ആയിട്ടുള്ള അറ്റാക്കേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹാക്ക് ചെയ്യപ്പെട്ട സൈറ്റിലെ കുറച്ച് പോർഷൻസ് അതിൽ നിന്ന് ആരും കാണാത്ത രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലാക്കി മാറ്റി, പക്ഷേ അതിൻ്റെ കണ്ടൻസ് ചേഞ്ച് ചെയ്തിട്ട് സോ റീപ്ലേസ് സം പാർട്സ് ഓഫ് ദ വെബ്സൈറ്റ് ആൻഡ് ഡു സോ ഇൻ എ വേ ദാറ്റ് ദേ ഡിഡ് നോട്ട് അറ്റാക്ക് അറ്റൻഷൻ. ഇനി ഇപ്പോൾ എക്സാമ്പിൾ സെനറിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പല സൈറ്റുകളിൽ നമുക്കറിയാം നമുക്ക് കണ്ടൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് PDF ഫയൽസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നോർമലി വീനിയുടെ PDF ഫയൽ ഡിസ്പ്ലേ ടൂൾ അല്ലെങ്കിൽ റീഡേഴ്സ് ഏതെങ്കിലും വേണം. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത് അഡോബ് റീഡർ, നമുക്കറിയാം ഇറ്റ്സ് PDF റീഡർ. അപ്പോൾ ഈ ടൂൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള മിക്ക മെഷീൻസിലും റീലോഡ് ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ മിക്കവാറും യൂസേഴ്സ് എല്ലാം കോമൺലി ഉപയോഗിക്കുന്നുണ്ട് എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ സെനറി ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ഡൗൺലോഡ്സ്. അപ്പോൾ ഏതോ ഒരു വെബ് പേജിൽ നിന്നുള്ള ലിസ്റ്റ് ഓഫ് ഡൗൺലോഡ്സ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള PDF ഫയലിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ എങ്ങനെ പോയാലും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന കണ്ടൻസ് PDF ആയതുകൊണ്ട് യൂസേഴ്സിൻ്റെ കയ്യിൽ PDF റീഡർ ഉണ്ടാവണം എന്നാണ് സൈറ്റുകാർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സൈറ്റ്സ് വിത്ത് PDF കണ്ടൻറ്റ് എന്ത് എൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ യൂസറിൻ്റെ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന യൂസറിൻ്റെ കയ്യിൽ ഈ PDF റീഡർ ഉണ്ടാവണം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ ഇങ്ങനെയൊരു ലിങ്ക് താഴെ നമ്മുടെ അഡോബ് റീഡറിലേക്ക് അല്ലെങ്കിൽ ഏത് PDF റീഡറാണോ ആ റീഡറിലേക്കുള്ള റീഡറിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇവിടെ നോർമലി ഇതിൻ്റെ താഴെ പ്ലേസ് ചെയ്യും. ഇപ്പോൾ യൂസേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളത് തന്നെ അവർക്ക് ഉപയോഗിക്കാം. ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് ആ റീഡർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ അറ്റാക്കറിന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് അഡോബ് റീഡറിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫേസ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ റീറൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അറ്റാക്കിൻ്റെ മലീഷ്യസ് കോഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആ ഒരു പോർഷൻ ആൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആൾ ചെയ്യേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉള്ള ലിങ്ക് എന്താണോ അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് ചെയ്ത് ഈ ആക്ച്വലി അഡോബ് റീഡർ ഡൗൺലോഡിലേക്ക് പോകുന്നതിന് പകരം ഈ അറ്റാക്കറിൻ്റെ ഡൗൺലോഡ് പേജ് അല്ലെങ്കിൽ അറ്റാക്കർ കൊടുക്കുന്ന പേജ് ഏതാണോ അങ്ങോട്ടേക്കായിരിക്കും യൂസറിനെ റീഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ അറ്റാക്കർ കാണിക്കുന്ന സൈറ്റ് കാണുമ്പം വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറുള്ള യൂസേഴ്സ് അവിടെ നിന്ന് കിട്ടുന്ന ആ ടൂള് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അറ്റാക്കറിന് ഇപ്പോൾ വലിയ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഈ വെബ് പേജ് ഏതാണോ ആ HTML പേജിൽ ഒരു ലിങ്ക് മാത്രം ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ HTML ഈ ഒരു പോർഷൻ എഡിറ്റ് ചെയ്യുക, ബാക്കിയുള്ള കണ്ടൻസൊക്കെ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിക്കവാറും യൂസേഴ്സിനുള്ള അഡോബ് റീഡർ ഇൻസ്റ്റാൾഡ് ആകുന്നതുകൊണ്ട് അധികം പേര് ഓപ്ഷനിലേക്ക് പോകണമെന്നില്ല. പക്ഷേ പോകുന്നവർക്ക് മലീഷ്യസ് ആയിട്ടുള്ള കോഡായിരിക്കും അവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ വെബ്സൈറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംപ്ലി അറ്റൻഷൻ സീക്കിങ് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ത്രെഡ്സും അത് ക്രിയേറ്റ് ചെയ്യാം.